விதியோட விளையாட்டுல அன்னைக்கு ராத்திரி 2 சம்பவங்கள் நடந்துச்சு. தங்க சுரங்கமும் பிறந்துச்சு, அவனும் பிறந்தான். വിഷുക്കണി കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. എങ്ങനെ ഇതിനുള്ളിൽ ഇതെന്താ ഇത്? ഓ അച്ഛാ, പാന്റ് പാന്റ് അമ്മാവാ, പാന്റ് പാന്റ്. എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയം. പിടിച്ചേ, എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടുണ്ട്. ചുമ്മാ ദൈവത്താണ് ഇട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. പല്ലിയപ്പം പുളിയും കഞ്ഞി. താങ്ക് യു ഡാഡി. വെറുതെ മകനെ ഉദ്ദേശിച്ച് സമയം കളയാതെ മകന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു വെച്ചാ. ഇവനെന്താ ഈ സമയമായിട്ട് പോകാത്തത്? ഇവിടെ വേണം. വാ, വലിയമ്മ വിളിച്ചത് കേട്ടില്ലേ? ഇവനെന്താ ഇവളുടെ പിന്നെ കിടന്ന് പറഞ്ഞേ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം. ഇവനൊരു കള്ള ദൃഷ്ടി ഉണ്ടല്ലോ, മുഖത്ത് നോക്കുന്നില്ല. പോലീസിന് വലിയ പേടിയാ. പേടിക്കണ്ട, നമ്മുടെ വല്യമാമയല്ലേ. മുഖത്ത് നോക്കണം. എന്താ വീട്ടിൽ പോകാറായില്ലേ? ഞാൻ പോവാ. നിക്കേ, നിനക്കൊരു ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ, അവനിപ്പോ എവിടെയാ? ഏട്ടൻ വേറെയാ. വേറെ? എന്ത് വേറെ? ഏട്ടൻ പെണ്ണിട്ട് ഇപ്പൊ വേറെ താമസം. നീ പറയണ്ട, ഇവന്റെ വായി നടക്കില്ലേ? നിനക്കും ഏട്ടനെ പോലൊരു പെണ്ണ് കിട്ടണ്ടേ? പറയൂ. നീ എന്തിനാ അവളുടെ മുഖത്ത് നോക്കണേ? ചോദിച്ചേട്ടല്ലേ? പൊയ്ക്കോട്ടെ വല്യമാമ. ആ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എനിക്ക് പോകണം. എവിടെ? വീട്ടില്. അരുണ്ടേട്ടൻ പൊയ്ക്കോട്ടോ. എന്നാ നീ ഒന്ന് പോകാൻ? കഷ്ടം കേട്ടോ വല്യമാമേ, എന്തിനാ വെറുതെ പാവത്തിനെ പേടിപ്പിക്കണം? ഇവൻ പാവൊന്നുമല്ല, തിരുമുടിഞ്ഞ കളനാ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇട്ടിച്ചതിന്റെ നട്ടലിയാ ഓടിക്കും. മനസ്സിലാടാ കളറാസ്കൽ. മതി, പോലീസായത്. അരുണ്ടേട്ടൻ പൊയ്ക്കോ. ഒന്നുമോളാ പറയണേ, പൊയ്ക്കോ. എന്താ ബാത് കേട്ടാ? വിവരം വല്ലതും തീർന്നു കേട്ടത്. ഈരാണ്ട് നിൽക്കോ? വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതാ എനം. യോഗ്യത. നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ചേകര. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലവും. അതിനുള്ള യോഗ്യത നാറിക്കില്ല. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ.